ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ചരമദിനത്തിൽ ഭാരതീയരായ നാം അദ്ദേഹത്തെ ഓർക്കുകയാണല്ലേ. അപ്പം ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും വലിയ സന്ദേശവാഹകനായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ ജീവിതം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ദിനവുമായി ബന്ധപ്പെട്ട് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സാംസ്കാരിക വിഭാഗമായ KPL കൾച്ചറൽ സൊസൈറ്റി ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഒരു അനുസ്മരണ സമ്മേളനവും ഗാന്ധിയെക്കുറിച്ചുള്ള കേരളത്തിന് പുറത്തും പുറം നാട്ടിലുമൊക്കെ വളരെ പ്രചാരം നേടിയ ഒരു നാടകം ഗാന്ധി ഭവൻ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പത്തനാപുരം ഗ്രൂപ്പിൻ്റെ ഗാന്ധി എന്ന് പറയുന്ന ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണാം എന്ന് വിചാരിച്ചാണ് അങ്ങോട്ടേക്ക് പോയത്. വളരെ പ്രമുഖരായ ആൾക്കാരൊക്കെ ഒരു നാടകം കാണാനും സമ്മേളനത്തിൽ പങ്കെടുക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായി കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ അബ്രഹാം ഇട്ടിച്ചെറിയാൻ സാറായിരുന്നു. ഉദ്ഘാടനം നടത്തിയിരുന്നത് ശ്രീ VM സുധീരൻ സാറിനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയിരുന്നത് MG യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ പഠന കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ MP മത്തായി സാറായിരുന്നു. അപ്പോൾ ഈശ്വര പ്രാർത്ഥന നമ്മുടെ ഡയറക്ടർ KPL കൾച്ചറൽ സൊസൈറ്റി ഫാദർ ഡോക്ടർ MB ജോർജ് അച്ഛൻ്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്കൊരു പരിപാടി നമുക്ക് കണ്ടു തുടങ്ങാം. ഇതൊരു ലോങ് വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ചരമദിനത്തിൽ ഭാരതീയരായ നാം ഈ സമയത്ത് മഹാത്മാവിനെ ഓർത്തുകൊണ്ട് ഭാരത മാതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം രാഷ്ട്രപിതാവായ മഹാത്മജിയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നെഞ്ചോട് ചേർക്കാം. വന്ദേ മാതരം വന്ദേ മാതരം സുജല സുഫല മലയജ ശീതല സസ്യശ്യാമളം മാതരം വന്ദേ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സനാം പുളകിതയാമിനി കുസുമിത ദ്രുമദല ശോഭിനി സുഭാഷിണി സുമധര ഭാഷിണി സുഖദാ വരദാ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. വേദിയിലെ വളരെ ബഹുമാന്യനായ അധ്യക്ഷൻ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റുമായ ശ്രീ അബ്രഹാം ഇട്ടിച്ചെറിയാൻ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാത്മജിയുടെ രക്തസാക്ഷി ദിനമാണ്. ലോകമാദരിക്കുന്ന നമ്മുടെ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും വലിയ സന്ദേശവാഹകനായിരുന്നു മഹാത്മജിയുടെ ജീവിതം തന്നെ എന്ന് നമ്മൾക്കറിയാം. എന്നാൽ ഇന്ത്യയിലെ
സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും അതിനെല്ലാം നെടുനായകത്വം വെച്ച മഹാത്മജിക്ക് സ്വതന്ത്ര ഭാരതത്തിൽ അധികം നാൾ ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയും നമ്മൾ കാണുന്നത്. മതസൗഹാർദ്ദത്തിന് വേണ്ടി, സംഘട്ടനവും സംഘർഷവും ഇല്ലാത്ത ഒരു നാടിനു വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച മഹാത്മജിക്ക് ഈ ഭൂമിയിൽ തന്നെ വെടിയേറ്റ് മരിക്കേണ്ട ഒരു സാഹചര്യം, രക്തസാക്ഷിത്വം മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. ഐക്യരാഷ്ട്രസഭ പോലും ലോക സമാധാനത്തിന്റെ ദിനമായി ഒക്ടോബർ മാസം 2-ാം തീയതി മഹാത്മജിയുടെ ജന്മദിനം ലോകത്താകെ ആചരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വിവിധ ജാതിയും മതവും വർഗവും എല്ലാം ഉള്ളപ്പോഴും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയേണ്ട ഒരു നാടായി ഈ ഭാരതത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മജിയും ആ കൂട്ടത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരുപാട് നേതാക്കൾ ഭരണാധികാരികളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് ഫയലിൽ ഒപ്പിടുമ്പോഴും നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവൻ എങ്ങനെയാണ് ആ നിയമം കൊണ്ട് ശരിയും തെറ്റും അവരെങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളിൽ ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഓരോ ഫയലിൽ ഒപ്പിടാവൂ എന്ന് ഭരണാധികാരി പറഞ്ഞ മഹാത്മജിയെ നമുക്കറിയാം. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് മഹാത്മജി കാണിച്ച പാത എല്ലാവർക്കും പിന്തുടരാൻ കഴിഞ്ഞു. അഴിമതിയും കൈക്കൂലിയും ജാതിയും വർഗീയതയും നമ്മുടെ നാട്ടിൽ പള്ളിയുടെ പേരിൽ പള്ളിയുടെ പേരിൽ അമ്പലത്തിന്റെ പേരിൽ എല്ലാ സംഘടനകളും സംഘർഷങ്ങളും എല്ലാമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയില്ല. അവിടെയാണ് മഹാത്മജിയുടെ സന്ദേശങ്ങൾ കൂടുതൽ പൊതുസമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ തന്നെ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ മുഖ്യമായും മഹാത്മജിയുടെ ഒരു നാടകം കൂടി അവതരിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ഒരു ചെറിയ മീറ്റിംഗ് എന്നുള്ള നിലയിൽ ആദ്യം ആലോചിച്ചു. എന്നാൽ നമ്മളൊപ്പം ചേരാൻ മഹാത്മജിയെ പോലെ നമുക്കറിയാം, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ കോട്ടും സകല വേഷവും എടുത്ത് ഉപേക്ഷിച്ച് നഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാർ വെച്ച ആ മഹാത്മജിയുടെ വേഷം നമ്മുടെ മനസ്സിലുണ്ട്. ഒരാശയത്തിന് വേണ്ടി പാവപ്പെട്ടവനും സാധാരണക്കാരനും വേണ്ടി ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കോട്ടയം, കേരളത്തിൽ, നമ്മുടെ നാടിനും ലോകത്തിനും സംഭാവന ചെയ്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദയാഭായിയാണ്. ദയാഭായിയെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്കെല്ലാം സുപരിചിതനായ കോട്ടയത്തുകാർക്ക് പ്രത്യേകിച്ചുമായി നല്ല അറിവുള്ള ഡോക്ടർ പ്രൊഫസർ MB മത്തായി സാറാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ മുൻ ഡയറക്ടറാണ് ഗാന്ധി തോട്ട്സിൻ്റെ. അതോടൊപ്പം ഏറ്റവും പ്രമുഖനായ ഗാന്ധിയൻ, നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രഭാഷകൻ പ്രിയപ്പെട്ട ഡോക്ടർ MB മത്തായി സാറിന് നമ്മൾ ആദ്യം തന്നെ ശ്രമിച്ചു. അപ്പോൾ തന്നെ സന്തോഷത്തോട് വരാൻ വേണ്ടി വളരെ അഭിമാനപൂർവ്വം സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട ഡോക്ടർ MB മത്തായി സാറിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മറ്റ് വലിയ പ്രഭാഷണങ്ങളൊന്നുമില്ല. ഈ വേദിയിൽ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ഇദ്ദേഹത്തോട് കരുതെന്ന് പറയുന്നത്, അദ്ദേഹം ഇവിടെ കരുതെന്ന് പറയും. മറ്റ് വിശിഷ്ട അതിഥികൾ ഒരുപാട് പേരുണ്ട്, ബോർഡ് മെമ്പർമാരെല്ലാം ഉണ്ട്. ചെറിയ സാറിനെ ക്ഷണിക്കും. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി വേദിയിലുള്ള അതിപ്രശസ്തിയായ സാമൂഹ്യ പ്രവർത്തക ദയാഭായി, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി എത്തിയിരിക്കുന്ന മുൻ ഡയറക്ടർ ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് MG യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ MB മത്തായി സാർ, ഈശ്വര പ്രാർത്ഥന വേളയിൽ അത്യന്തം
ഹൃദയഹാരിയായി വന്ദേ മാതരം ഗീതമാലപിച്ച KPL കൾച്ചറൽ സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ MP ജോർജ് അച്ഛൻ, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് BB ബിനോ, പബ്ലിക് ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സെക്രട്ടറി KC വിജയകുമാർ സാർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന അതിവിശിഷ്ടരായിട്ടുള്ള പ്രിയങ്കരായ പബ്ലിക് ലൈബ്രറിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, എന്നെ സംബന്ധിച്ച് ഈ രക്തസാക്ഷി ദിനത്തിലുണ്ടായ പ്രത്യേക അനുഭവം, നാം ഏറ്റവും ആദരിക്കുന്ന ദയാഭായിയുടെയും അതുപോലെ തന്നെ ഗാന്ധിയൻ ഫിലോസഫിയുടെ പ്രചാരകനായ MP മത്തായി സാറിൻ്റെയും നടുക്കിരുന്ന ആത്മഹർഷം അല്ല ആത്മോത്കർഷം ഉണ്ടാകുവാൻ സാധിച്ച അനുഭവം അതുല്യമാണ്. ഈ ദിവസത്തിൽ അങ്ങനെ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക വൈകാരികമായിട്ടുള്ള ഔന്നത്യം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കാതെ സംസാരിക്കുന്നത് ശരിയല്ല. കാര്യം ഇങ്ങനെ രണ്ടുപേരെ നമുക്ക് ലഭിച്ചു. പക്ഷെ നമുക്ക് ലഭിക്കാതെ പോയ VM സുധീരനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കും. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പകരം വെക്കാനില്ലാത്ത ഒരു ആചരണമായിട്ട് ഇന്ത്യ മുഴുവൻ നമുക്ക് അവകാശപ്പെടാവുന്ന രീതിയിലുള്ള ഔന്നത്യം ഉണ്ടാകുമായി. സുധീരൻ സാറ് ആശുപത്രി കിടക്കയിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ ഏതായാലും ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് വ്യക്തികൾ ഇവിടെ ഉള്ളിടത്തോളം നമുക്ക് ഈ ദിനത്തിൻ്റെ ആചരണത്തിൻ്റെ മുഴുവൻ വ്യാപ്തിയും ഉൾക്കൊള്ളുവാനും അവരുടെ ആ അനുഭവങ്ങളിൽ കൂടെയുള്ള അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനുഭവിക്കുവാനും സാധിക്കും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം എന്നുള്ള ഈ ഒരു ആചരണം ഇന്ത്യക്കാരെ മുഴുവൻ ഒന്നായി കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാകേണ്ട ഒരു വലിയ ആചരണമാണ്. ഞാൻ മഹാത്മാഗാന്ധി ജന്മദിനത്തിൻ്റെ ഈ ആചരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ബഹുമാനിയായ ദയാഭായിയാണ് നിർവഹിക്കുന്നത്. ആദ്യം പ്രസിഡന്റ് എബ്രഹാം ടീച്ചറേസ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു ദയാഭായിയെ. നിലവിളക്ക് കൊളുത്തി ബഹുമാനിയായ ദയാഭായി ഈ ആചരണ ദിനത്തിൻ്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാത്മജിയെ അനുസ്മരിക്കാൻ നേരിട്ടുള്ള അനുഭവമുള്ള ആളാണ് പ്രിയപ്പെട്ട ദയാഭായി. സംസാരിക്കും. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ആളാണ്. കേരളത്തിലാണെങ്കിലും ചങ്ങല സമരം അതുപോലെ ദേശീയ തലത്തിൽ ദയാഭായിയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട്
ഇവിടെ സംസാരിക്കാനോ ദീപം കൊളുത്താനോ ഒന്നും യോഗ്യതയുള്ളയാളായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ അവതാരം കൊണ്ട് ഞാനത് ചെയ്തു പോയി. ഞാൻ ഔപചാരികമായിട്ടാണ് ഇവിടെ വന്നത്. ഗാന്ധിയുടെ നാടകം കാണും. ഞാൻ അല്പം നാടകമൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രം. പക്ഷേ ഇഷ്ടമില്ലാത്ത ചില ചടങ്ങൊക്കെ ചെയ്യേണ്ടി വരുന്നു. ക്ഷമിക്കണം. ഗാന്ധിയെ പറ്റി എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഗാന്ധിയാൽ ആവരണം ചെയ്യപ്പെട്ടാണ് ഞാൻ നടക്കുന്നതും ചെയ്യുന്നതും. ഞാൻ 3 വയസ്സുള്ളപ്പോൾ ഒരു പ്രണയത്തിൽ പെട്ടുപോയി. ആ പ്രണയ ജീവിതമാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അത് തുടങ്ങാൻ കാരണം കുറേ നാൾ ജയിലിലൊക്കെ ആയിട്ട് എന്നുവെച്ച് എൻ്റെ പപ്പ വീട്ടിലുള്ളപ്പം ഞാനൊരു 3 മാസം ഞങ്ങൾ 2 ഇരട്ടകളായിരുന്നു. പക്ഷെ ഞാൻ പപ്പയുടെ കൂടെ കിടക്കുന്നു. അപ്പം ഈ പപ്പ ഒത്തിരി ഒരു ചെറിയ പുതപ്പും ചുറ്റി തടി കൊണ്ടുള്ള മെതിയടിയും ഇട്ട് നടന്ന് ദൂരെ ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി പറഞ്ഞു. എൻ്റെ പ്രണയം തുടങ്ങിയത് അവിടെയാണ്, ഗാന്ധിയോടല്ല. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് അപ്രോച്ച്. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ളപ്പോൾ പലരും പറഞ്ഞു അല്ലാതെ തോന്നിയിട്ടുണ്ട് ഗാന്ധി ഈസ് മോർ നോൺ ആൻഡ് റെസ്പെക്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ഇവിടെ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇന്നിങ്ങനെ ഒരു സദസ്സിൽ കൂടുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഗാന്ധി ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. ഇന്ന് എല്ലായിടത്തും ഭിന്നിപ്പും യുദ്ധവും ഡിഗ്നിറ്റി and unity and integrity of the nation in our Constituent Assembly this 26th day of November 1949 enact, adopt and give to ourselves this Constitution. ഇതെന്നും ഞാൻ സൈലൻ്റായിട്ട് എന്നോട് മന്ത്രിക്കാറുണ്ട്. കാരണം ലോകത്തുള്ള അധിക രാജ്യങ്ങളുടെയും കൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഈസ് ഇന്ത്യാസ് ആൻഡ് ദിസ് ഫസ്റ്റ് വേൾഡ് ബ്യൂട്ടിഫുൾ. ഇത് എഴുതാൻ കാരണമാക്കിയത് അംബേദ്കറാണ്. ഇത് എഴുതിയെങ്കിലും ഇതിൻ്റെ ഒക്കെ പുറകിൽ ചരിത്രം സൃഷ്ടിച്ചു തുടങ്ങിയത് ഗാന്ധിയാണ്. ഈ വഴിയിലേക്ക് വരാൻ ഈ വാക്ക് തന്നെ ബൈബിളിലും ഏതാണ്ട് കർത്താവ് പറയുന്നത് I have come to bring good news. ഗാന്ധി യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ MP മത്തായി. സുഹൃത്തുക്കളെ, എന്നോട് ജോർജ് അച്ഛൻ പറഞ്ഞത് കൃത്യം 6 മണിക്ക് നമ്മുടെ യോഗ അവസാനിക്കുന്നതാണ്. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് 6:30 മണി 6:35 ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയാണ്. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ രക്തസാക്ഷി ദിന ആചരണമാണ്. അതേപ്പറ്റി ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ തീരുമാനിച്ചാണ് പറഞ്ഞത്. അത് പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കാം. ഒന്ന്, ഈ ലൈബ്രറിയെ പറ്റി ഞാൻ ഡോക്ടർ ട്രീസിയോട് പറയുമായിരുന്നു, ഇങ്ങനെ ഒരു ലൈബ്രറി ഏതെങ്കിലും ഒരു ജില്ലാ ആസ്ഥാനത്ത് വേറെ ഉണ്ടോ എന്ന് സംശയം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കേരളത്തിലെ എല്ലാ ലൈബ്രറികളും തന്നെ കണ്ടിട്ടുള്ള ആളാണ്. ഇതിന് സമാനമായി എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിലെ ജില്ലാ തലസ്ഥാനങ്ങളിലുള്ള ലൈബ്രറിയാണ് എന്ന് പറയുന്നതിലും രീതിയായിരിക്കും. അതുകൊണ്ട് അത് സംഘടിപ്പിച്ച് നടത്തുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിലെ ഒരു വിസ്മയം, ഒരുപക്ഷെ നിത്യവിസ്മയം എന്ന് പറയാം, 50 വർഷമായിട്ട് ഒരാൾ അതിൻ്റെ ചുമതലക്കാരനായിരിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സ്ഥലത്തിൽ മഹാത്ഭുതം തന്നെയാണ്. രണ്ടാമത് ശ്രീമതി ദയാഭായി പറഞ്ഞ കാര്യം, ഞാൻ അനേകവട്ടം എന്നല്ല പലവട്ടം എറണാകുളത്ത്
ലയോള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ജെഷ്യൂട്ട് അച്ഛന്മാരെയാണ്. ഞാൻ അതിൻ്റെ ഓൺലി നോൺ ജെഷ്യൂട്ട് മെമ്പറാണ്. അധികാരത്തിൽ കൂടി നിശ്ചയമായിട്ടും ജനങ്ങളെ സേവിക്കാൻ സാധിക്കും. പക്ഷെ അധികാരത്തിൽ കൂടി നമ്മുടെ അനുഭവത്തിൽ അധികം പേരും സ്വയം സേവിക്കുകയാണ് ചെയ്യുന്നത്. വയലാർ പറയുന്നത് മന്ത്രിപീഠത്തിൽ കരേറിയെ കാണുള്ളൂ സന്തപ്ത ലോകത്ത് എന്ന നാട്യം ക്രമാൽ. മന്ത്രിപീഠത്തിൽ കയറി സന്തപ്ത ലോകത്തിന്റെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു നാട്യമുണ്ട്. അത് കൈവിട്ടുകൊണ്ടും ഈ കാര്യസ്ഥർ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വരും. എന്താണ് കാരണം? ഭാരതഭൂമിയിൽ കിടപ്പുണ്ട് ഗാന്ധി തേജോ കണം എന്നാണ്. മന്ത്രിപീഠത്തിൽ കരേറിയെ കാണുള്ളൂ സന്തപ്ത ലോകത്ത് എന്ന നാട്യം ക്രമാൽ കൈവിട്ടുകൊള്ളും ഈ കാര്യസ്ഥർ ഭാരതഭൂമിയിൽ കിടപ്പുണ്ട് ഗാന്ധി തേജോ കണം എന്നാണ്. ആ തേജോ കണമാണ് ഉള്ളിൽ കിടക്കുന്നത്. ഗാന്ധി തേജോ കണമാണ്. അത് പറഞ്ഞല്ലോ, 3.5 വയസ്സിൽ കേട്ടു എന്ന് പറയുന്നത് ആ തേജോ കണം അന്ന് മനസ്സിൽ പതിഞ്ഞതാണ് ദയാഭായി ആക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഗാന്ധി സാക്ഷിത്വം എന്ന് പറയുന്നത് ഗാന്ധി ഒരു ആത്മാഹൂതി ചെയ്തതല്ല. ഗാന്ധി വധിക്കപ്പെട്ടു. അവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഞാനൊന്ന് ജമ്പ് ചെയ്ത് പറയുകയാണ്. അന്ന് ഗാന്ധിയെ വധിച്ച ആളുകളുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ അധികാര കേന്ദ്രം മുതൽ സാംസ്കാരിക രംഗം മുതൽ വിദ്യാഭ്യാസ രംഗം മുതൽ എല്ലാ രംഗവും നിയന്ത്രിക്കുന്നത് അതിന്റെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളാണെന്ന് നമുക്കറിയാം. അവരിന്നും ഗാന്ധിയെ ഭയക്കുകയും ഗാന്ധിയെ തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണെന്നുള്ളതാണ്. ഗാന്ധിയുടെ സ്മരണ തന്നെ മായിച്ചു കളയാനായിട്ട് ശ്രമിക്കുകയാണ്. ഗാന്ധിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സബർമതി ആശ്രമം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കയ്യിലായി കഴിഞ്ഞു. ഗാന്ധിജി താമസിച്ചിരുന്ന ഹൃദയകുഞ്ച് എന്ന് പറയുന്ന കെട്ടിടമുണ്ട്, ആ വീടുണ്ട്. അവിടെയാണ് ഗാന്ധി കസ്തൂരികൾ താമസിച്ചത്. ഞാൻ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയിൽ 4 വർഷം UGC പ്രൊഫസറായിരുന്നു. അതിലേക്ക് ഞാൻ സർക്കാർ പിടിച്ചെടുത്തത് ഗവർണറാണ്. ഭരണസമിതി പിടിച്ചുവിട്ടു. അവർ ഭരണസമിതി ഉണ്ടായി. ഞാൻ അവിടുത്തെ അഡ്ജക്ട് പ്രൊഫസറാണ്. ഞാൻ നിങ്ങളുടെ എൻ്റെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ നമുക്ക് കത്തയച്ചു. പക്ഷേ ലിസ്റ്റിൽ പേരൊന്നും എന്നെ വിളിക്കാറില്ല. വാരണാസിയിൽ ഒരു വലിയ ക്യാമ്പസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഗാന്ധിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് JP സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗാന്ധി മാർഗ പ്രവർത്തകർക്ക് താമസിച്ചുകൊണ്ടിരുന്ന രാജ്ഘട്ട് എന്നാണ് അതിന് പറയുന്നത്. വാരണാസി രാജ്ഘട്ട്. ഒരു ദിവസം രാത്രി അത് ബുൾഡോസർ കൊണ്ടുവന്ന് എല്ലാ കെട്ടിടങ്ങളും, ലൈബ്രറി ഉൾപ്പെടെ എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ആ ലൈബ്രറിക്കകത്തുള്ള പുസ്തകങ്ങൾ സംരക്ഷിക്കാൻ പോലും അനുവദിക്കാതെ തകർത്തു കളഞ്ഞെന്നുള്ളതാണ്. അതിന് ചുറ്റും ചില ആളുകൾ ഇപ്പോൾ പറന്ന് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗാന്ധിജിയുടെ സ്മരണ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ ഗാന്ധിജിയെ ഭയപ്പെടുന്നത്? പോയിന്റ് ബാങ്കിൽ വെടിവെച്ച് ഗാന്ധിജിയെ വധിച്ചിട്ടും ഗാന്ധിജി പൂർത്തീകരണത്തിന് വേണ്ടി 2 കാര്യങ്ങളുണ്ട്. എന്താണ് ഇവർക്ക് ഈ വിരോധത്തിന്റെ കാരണം? പുസ്തകമാണ്. മറ്റു പുസ്തകങ്ങളുണ്ട്. 1ാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകം പിന്നീട് RSSന്റെ നേതാവായിട്ട് വന്ന ഗോൾവാൾക്കർ, ഗുരു ഗോൾവാൾക്കർ എന്നവർ പറയുന്ന, സ്ഥാപകനേക്കാൾ കൂടുതൽ അവർ ആചാര്യനായി ബഹുമാനിക്കുന്ന, ഹെഡ്ഗേവാറിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ്. മലയാളത്തിൽ വിചാരധാര എന്നുള്ള പേരിലാണ് പറഞ്ഞത്. അത് രണ്ടും കൂടിയാണ് ഇവരുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും പോലെ ഇതാണ് അവരുടെ അടിസ്ഥാന ഗ്രന്ഥം. അതിനകത്ത് അവർ പറയുന്നത് ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ മതത്തിൻ്റെതാണ്, മതവിഭാഗത്തിൻ്റെതാണ്. ഹിന്ദു, അതിന്റെ കഥയൊക്കെ പറയും സവർക്കർ. ആദ്യം ഇവിടെ സെറ്റിൽ ചെയ്ത് ഹിന്ദുവായി തീർന്നതിന്റെ കഥ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ സംസ്കൃത ഭാഷ അതിലുണ്ടായ കൃതികൾ, സംസ്കൃതത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അച്ഛനുമായി സംസാരിക്കുന്നില്ല.
സംസ്കൃതമല്ല അവരിൽ നിന്ന് പറയുന്നത്, സംസ്കൃതത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്ത ഹിന്ദി എന്ന് പറയുന്നു. അപ്പൊ ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ, അവരുടെ രാജ്യമായ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂരിപക്ഷ മതത്തിൻ്റെതാണ് രാജ്യം. ന്യൂനപക്ഷക്കാരോട് ഇരുന്ന് കുഴപ്പമില്ല, പക്ഷേ അവർ ഭൂരിപക്ഷത്തിന് വിധേയരായിരിക്കണം. അതാണ് അവർ എന്തെന്നാണ്, അവർക്കൊരു ഇടമുണ്ടാകും, പക്ഷെ അവര് രണ്ടാം നിലക്കാരും രണ്ടാം തലക്കാരുമായിരിക്കും എന്നുള്ളതാണ്. അതാണ് അവരുടെ നിലപാട്. കാരണം ഹിന്ദുക്കളാണ് ഇന്ത്യയെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും ആയിട്ട് കണക്കാക്കുന്നത്, ന്യൂനപക്ഷങ്ങളല്ല. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഭൂരിപക്ഷ മതവിഭാഗക്കാരുമായി തുല്യത അവകാശപ്പെടാനോ തുല്യത എന്നാണ് ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമരത്തിന് പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോകുന്ന സമയത്ത് ഈ കഴ്സൺ വൈലിയയുടെ വധത്തെ സംബന്ധിച്ചിട്ടുള്ള മദൻലാൽ ധിംഗ്രയുടെ ഈ കോടതിയിലെ സ്റ്റേറ്റ്മെന്റ് വലിയ ചർച്ചയാണ്. ഇന്ത്യയിലൊക്കെ ആളുകൾ വളരെ ആവശ്യത്തോടുകൂടി ചർച്ച ചെയ്ത ഒന്നാണ്. ഏകദേശം അതിന്റെ ഒരു മാതൃകയിലാണ്. പക്ഷേ ഈ മദൻലാൽ ധിംഗ്രയുടേത് വളരെ ഇമോഷണൽ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെത് വളരെ കൂൾ ലോജിക്കാണ്. ഗോഡ്സൈഡ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, ഞാൻ എല്ലാ കാര്യവും പറയുന്നത്, ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്, എനിക്ക് ഗാന്ധിയോട് വ്യക്തിപരമായ ഒരു വിരോധം. എന്താ, അദ്ദേഹം തൊഴുതു, തോക്ക് കൈപിടിച്ചാണ് തൊഴുതെങ്കിലും തൊഴുതതിന് ശേഷമാണ് വെടിവെച്ചത്. ഗാന്ധിജിയുടെ മൂന്നാമത്തെ മകനായ രാംദാസ് ഗാന്ധി ജയിലിൽ പോയി ഗോഡ്സെയെ കണ്ടു, ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെയെ കണ്ടു. മക്കൾ എല്ലാവരും എഴുതി കൊടുത്തു, തൂക്കിലിടരുത്, ശിക്ഷിക്കരുത്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്ന് ഗാന്ധിജിയുടെ 3 മക്കൾ എഴുതി കൊടുത്തതാണ്. രാംദാസ് പോയി കണ്ട സമയത്ത് രാംദാസിനോട് അപ്പോളജൈസ് ചെയ്തു ഗോഡ്സെ. നിങ്ങളുടെ അച്ഛനില്ലാത്ത മക്കളാക്കി മാറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് ഗോഡ്സെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഈ രാജ്യത്തിന്റെ ശത്രുവാണ്. ഏത് രാജ്യത്തിന്റെ ശത്രു? ഇവർ സങ്കല്പിക്കുന്ന രാജ്യത്തിന്റെ ശത്രുവാണ്. കാരണം ഗാന്ധി ഒരു പ്രത്യേക വിശ്വാസ സംഹിതയുടെ ആളാണ്. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സമത്വം, സാഹോദര്യം, അതുള്ള ഒരു രാഷ്ട്രം മതി, അതാണ് ശരിയായ രാഷ്ട്രം എന്ന് സങ്കല്പിച്ച ആളാണ്. പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഈ അനുസ്മരണ രക്തസാക്ഷി ദിനാചരണത്തിന്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോട്ടയം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ശ്രീ KC വിജയകുമാറിനെ ക്ഷണിക്കുന്നു. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സാംസ്കാരിക വിഭാഗമായ KPL കൾച്ചറൽ സൊസൈറ്റി ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഒരു അനുസ്മരണ സമ്മേളനവും അതിനെ തുടർന്ന് ഗാന്ധിയെക്കുറിച്ചുള്ള ഇന്ന് കേരളത്തിലും പുറം നാട്ടിലുമൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ച ഒരു നാടകം അത് അവതരിപ്പിക്കാനും ഉള്ള തീരുമാനമെടുത്തു. അതനുസരിച്ച് അനുസ്മരണ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എബ്രഹാം ചെറിയ സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ ലൈബ്രറി നോക്കിക്കണ്ടാൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകും. ലൈബ്രറി മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, അത് YMCA ആയിക്കോട്ടെ, അത് രാമവർമ്മ യൂണിയൻ ക്ലബ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ പ്രവർത്തനമായിക്കോട്ടെ, എല്ലാവരും അവരവരുടെ ജോലിയിലോ പ്രവൃത്തിയിലോ ഒക്കെ മികവ് കാണിക്കും. സ്വന്തം വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ വളർത്തി ആ രീതിയിൽ നാടിനെ സേവിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഒരു 50 വർഷക്കാലം സമൂഹത്തിന് വേണ്ടി മാത്രം തൻ്റെ സമയം നീക്കിവെച്ച് ഇത്രയും കാര്യങ്ങൾ കോട്ടയത്തിന് ചെയ്ത ഒരു വ്യക്തിയാണ് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ എബ്രഹാം ചെറിയ സാറ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കും. ഇന്നിവിടെ നമുക്ക് 2 വിശിഷ്ട വ്യക്തികളെ ഈ ഗാന്ധി അനുസ്മരണ ദിനത്തിൽ ഡോക്ടർ MP മത്തായി സാറിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. കാരണം അക്കാദമികമായിട്ട്
അതിൽ നന്നായിട്ട് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും വേറൊരാൾ കോട്ടയത്തോ കേരളത്തിലോ തന്നെ ഉണ്ടെന്ന് പതിറ്റാണ്ടുകൾ ഗാന്ധി പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നത്തെ തലമുറയിലും ഇതിനു മുമ്പുള്ള തലമുറയിലും ഒക്കെ എത്തിച്ച ആ മഹത് വ്യക്തിയാണ് ഇന്ന് ഇവിടെ പ്രധാന പ്രഭാഷണം നടത്തിയത്. എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദയാബായി മാ, നമ്മൾ ഈ ഗാന്ധിയെക്കുറിച്ചുള്ള നാടകം കാണാൻ ഞാൻ വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വലിയ സന്തോഷത്തോടെ വരുത്തി. ഗാന്ധിജിയും ദയാബായിയുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കാൻ അക്കാദമിക് തലത്തിൽ മത്തായി സാറിനെ കഴിഞ്ഞ് വേറൊരാളാണ്. ഗാന്ധി പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഏത് വ്യക്തി ഉണ്ട് എന്ന് ചോദിച്ചാൽ ദയാബായിയാണ്. തൻ്റെ സ്വന്തം ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരാളുടെ ജീവിതത്തിലോ അവൻ്റെ വിദ്യാഭ്യാസത്തിലോ അവൻ്റെ സൗകര്യങ്ങളിലോ ഒരു ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഈ ചൊല്ലാറ് സംസ്കൃതത്തിൽ ഇന്നെന്തോ അദ്ദേഹം വേറൊരു 4 വരി ഞാൻ ചൊല്ലിയത്. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ കൾച്ചറൽ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന് ഈ സാംസ്കാരിക വിഭാഗത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛന് എല്ലാവരുടെയും പേരുള്ള നന്ദിക്കുന്നു. സാറ് വന്നതിന് ശേഷം ഇടിച്ചറിയ സാറിന് ഒരുപാട് ആശ്വാസമുണ്ട്. കാരണം ഒരു പേരിനുള്ള വൈസ് പ്രസിഡന്റ് അല്ല, എല്ലാ ദിവസവും അദ്ദേഹം ലൈബ്രറിയിൽ വരും. കാര്യങ്ങളെല്ലാം ഈ ഒരു സമ്മേളനത്തിൽ അതിപ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായി മാമിൻ്റെ പ്രഭാഷണമൊക്കെ കേൾക്കാൻ ഇടയായി. എന്തായാലും നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത്രയും ബൃഹത്തായ ഒരു വിഷയം 2 മണിക്കൂറിനുള്ളിൽ ഒതുക്കി ചരിത്രത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടം അതിൻ്റെ വർത്തമാനകാല കേരള അവസ്ഥയുമായി ബന്ധപ്പെടുത്തി ഒരു നാടകം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമായ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നാടകം ഞാൻ കണ്ട അത്രയും ഭാഗം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാടകമൊക്കെ ഒന്ന് കാണുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നാടകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സ്വാഗതം അറിയിക്കുകയാണ്. നോക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. സാഗരം പോലെ ആഴവും പരപ്പുമുള്ള ഒരു ജീവിതത്തെ ചങ്കലേറ്റിയപ്പോൾ വെളിപ്പെട്ടു കിട്ടിയതാണ് ഈ നാടകം. പറഞ്ഞാൽ തീരാത്ത ഒരു ജീവിതകഥയെ ഇപ്പോൾ പറയുമ്പോൾ മഹാത്മാവ് വെളിപ്പെടുത്തി തന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. രേഖപ്പെടുത്താത്തത് ചിലതൊക്കെ രേഖപ്പെടുത്തുകയുമാണ്. ഈ സത്യാന്വേഷണ യാത്രയിൽ വെളിച്ചമായി കൂട്ടിനുള്ളതും ഗാന്ധിയാണ്. മഹിത സ്നേഹം നൂലുകളാക്കി ഹൃദയം ചർക്കകളാക്കി നെയ്തെടുക്കുകയായി നാം രാഷ്ട്രം അഖണ്ഡ ഭാരത രാഷ്ട്രം അഖണ്ഡ ഭാരത രാഷ്ട്രം
അതിരുകളില്ലാത്ത ആകാശത്തേക്ക് വളർന്ന ലോകം മഹാത്മാഗാന്ധി എന്ന് വാഴ്ത്തിയ ഭാരതാംബയുടെ പ്രിയപുത്രൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫ്രാൻസിസ് ടി മാവേലിക്കയുടെ രചന നിർവഹിച്ച് മീനമ്പലം സന്തോഷ് സംവിധാനം ചെയ്ത് ഒരുപറ്റം കലാകാരന്മാരുടെ തീവ്ര യജ്ഞത്തിലൂടെ ആവാഹിച്ചുയർത്തിയെടുത്ത ഗാന്ധിയെ മലയാളിയുടെ മണ്ണിൽ നിന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ ഭാരതത്തിന് സമർപ്പിക്കുന്നു. ഗാന്ധി, അഭിമാനപൂർവ്വം മീനമ്പലം സന്തോഷ്. ദക്ഷിണാഫ്രിക്കയിലെ ചരിത്ര പ്രസിദ്ധമായ സമര ജീവിതത്തിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിയിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്നു. അങ്ങേ കാണാൻ ഒരു ഗാന്ധി വന്നിരിക്കുന്നു. വരാൻ പറയൂ. ബ്രിട്ടീഷുകാരുടെ സൗഹൃദവും സഹായവും പ്രതീക്ഷിച്ചാണ് ഒരിക്കലും ഇല്ല മഹാനായിട്ടൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ ഭരിക്കുന്നത് ബ്രിട്ടനാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം. ലോകമായി യുദ്ധത്തെ നേടുമ്പോൾ രാജ്യത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെടുക്കണം. രാജ്യത്തിന്റെ ശത്രു നമ്മുടെയും ശത്രു കാരണം യുദ്ധത്തിൽ ബ്രിട്ടൻ തോറ്റാൽ ഇന്ത്യ ആരുടേതാണ്? വലിയ സഖ്യത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ കിട്ടുന്നുണ്ടായിരുന്നു ഗാന്ധി അറിയാം. അങ്ങ് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷ് പാദ്രിയെ കാണുന്നത് എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. ഒരു ചാർലി അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ചാർലിയാണ് ഇന്ത്യയിലെത്തിയാൽ ആദ്യം പറയുന്നത് ഗോഖലെയാണ്. അങ്ങനെയാണ് ബഹുമാനായ ഗോഖലെ കാണുന്നത്. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇവിടെയും ചെയ്യാം. മോഹൻലാൽ ബ്രിട്ടീഷുകാരൻ അവധിയിടല്ലാത്ത നാട്ടിലാണ് അവരുടെ നിയമം നടപ്പിലാക്കുന്നത്. അവന് ശക്തിയുണ്ട്, പോലീസും പട്ടാളവും പണമുണ്ട്, സ്വാധീനമുണ്ട്. സൂര്യാസ്തമിക്കാത്തൊരു സാമ്രാജ്യമാണ്. ഇതൊന്നും നടക്കില്ല. പക്ഷേ 10,000 നിലനിൽക്കുന്ന സംസ്കാരമുണ്ട് നമുക്ക്, ചരിത്രമുണ്ട് നമുക്ക്. അതൊക്കെ അറിയാനും പഠിക്കാനും ശ്രമിക്കേണ്ടത് ഞങ്ങളൊരു രാഷ്ട്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ നമ്മെ വിഭജിക്കുകയാണ്. ജാതിയുടെ പേര്, മതത്തിന്റെ പേര്, സംസ്ഥാനങ്ങളുടെ പേര്. ഇതിനെതിരെ നിങ്ങൾ എഴുതണം. സൗത്ത് ആഫ്രിക്ക ചെയ്തതൊക്കെ ഇവിടെ ചെയ്യണം. ഇന്ത്യയെ കുറിച്ച് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു വക്കീലാണ് പ്രാക്ടീസ് നേടാനും എനിക്ക് പറയാനുള്ളത് ലോകത്തോട് ജനങ്ങളോട് പറയാൻ ഒരു പത്രം പ്രാക്ടീസിന്റെ കാര്യമൊക്കെ പറഞ്ഞേക്കുന്നു. കേവലം ഒരു വക്കീലായി ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്കിവിടെ മറ്റു ചിലത് ചെയ്യാറുണ്ട്. ഇന്ത്യയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇന്ത്യക്ക് ധാരാളം ജനങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരെ സഹായിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ പത്രം തുടങ്ങിക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്യാം. ഞാൻ പഠിച്ചത് കിട്ടില്ല, ശേഷം ദീർഘകാലം ശ്വാസിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ എനിക്കൊരു വിദേശം പോലെയാണ്. ഗാന്ധി, നിങ്ങൾ ഇന്ത്യയെ കണ്ടെത്തണം. വായിച്ചറിയുകയല്ല വേണ്ടത്, തൊട്ടറിയണം, കണ്ടറിയണം. ബോംബെയിൽ നിങ്ങൾക്കുള്ള പ്രവർത്തകർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ. ഇന്ത്യൻ സത്യസന്ധമായി മനസ്സിലാക്കുമ്പോ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും ബോധ്യമാവും. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നിങ്ങളിവിടെ വന്നിറങ്ങിയത് ഒരു ഇന്ത്യൻ സാഹിത്യത്തിന്റെ വേഷത്തിലല്ല, ഒരു ഇന്ത്യക്കാരന്റെ വേഷത്തിൽ. നിങ്ങൾക്ക് സാധിക്കും പറഞ്ഞു. ഇന്ത്യക്ക് സ്വാഭിമാനം നേടിക്കൊടുത്തു മോഹൻ. നിങ്ങളത് ചെയ്യുമെന്നുള്ള വിശ്വാസം സമാധാനത്തോടെ എന്നെ വിശ്വസിക്കാം. ഗാന്ധി ഇന്ത്യൻ ഗ്രാമങ്ങളും അതിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വൈവിധ്യങ്ങളെ കണ്ടറിയുക. എന്നിട്ട് തീരുമാനിക്കുക ഇന്ത്യക്ക് എന്താണ് വേണ്ടതെന്നും ഈ ജനതയോട് എന്താണ് പറയേണ്ടത്.
ക്ലാസ് നടന്നു നോക്കിയാൽ ഇന്ത്യയുടെ ആത്മാവിൽ യാത്രയാവുകയാണ്. ഇന്ത്യയെ കണ്ടെത്താൻ ഗുരുദേവ, ഏതൊരു ഇന്ത്യക്കാരനെ പോലെയും എന്റെയും സ്വപ്നം സ്വതന്ത്ര ഭാരതം. ബ്രിട്ടീഷുകാർ നമ്മോട് സഹനശക്തി ആവശ്യപ്പെടുന്നു, ക്ഷമ ആവശ്യപ്പെടുന്നു. ഇത് രണ്ടും അവർ തിരിച്ചു കാണിക്കുന്നു. ഇന്ത്യക്ക് സ്വയം ഭരണം വേണം. സമ്മേളനത്തിൽ നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നു. വിദേശത്തും സ്വദേശത്തുമുള്ള മാറ്റങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞു. ഞാൻ മുസ്ലിങ്ങളുടെ നേതാവാണ്, കോൺഗ്രസുകാരനാണ്. ഗാന്ധിജി അങ്ങനെന്താണ് ഉണ്ടാക്കുന്നത്? ബ്രിട്ടൻ എന്തിന് നമുക്ക് സ്വയം ഭരണം തരണം? നമ്മൾ ആവേശമുള്ള പ്രസംഗിക്കും, അതിനന്തികമായി ചിന്തിച്ച് അരാജകത്വത്തിൽ നടത്തുന്നില്ല. എന്നാൽ ബ്രിട്ടന് നേടാൻ പറ്റിയ സംഘം പോലും ഇവിടെയില്ല. നിങ്ങൾ ബ്രിട്ടന് വേണ്ടി സംസാരിക്കും അല്ല, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ശേഷം കുറെ സഞ്ചരിച്ചു. ഇന്ത്യയുടെ അംശം മാത്രമേ കണ്ടിട്ടുള്ളൂ. 1, 10, 100 യാത്രകൾ കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്നതല്ല ഇന്ത്യ എന്ന വലിയ സത്യം. നിങ്ങൾ ഇന്ത്യയാണ്, ഞങ്ങൾ സ്വയം ഭരണത്തിന് വേണ്ടി സാമ്രാജ്യത്തോട് പൊരുതാം. ഇന്ത്യ അറിയാതെ നിങ്ങൾ ആരെ ഭരിക്കാൻ? നിങ്ങളുടെ പറയുന്നതൊന്നും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം പറയുന്നില്ല. നിങ്ങൾ കുറച്ച് നേതാക്കന്മാർ ഒരു പദ്ധതി കൂടിയത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ
ഇന്ത്യൻ ജനതയൊന്നും താല്പര്യം. അവരുടെ പ്രശ്നം വിശപ്പിൻ്റെതാണ്. വിശപ്പറിഞ്ഞിട്ടുണ്ടോ ചക്രവർത്തിയുടെയും മറ്റേതൊക്കെ? ബോംബെ നിങ്ങൾ വിളിക്കാതിരിക്കുന്ന സമ്മേളനത്തിൽ എത്താൻ കഴിയുന്ന ഇവിടുത്തെ പ്രമാണിമാരാണ്. ഇന്ത്യയിലെ മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും നിരക്ഷരല്ല. എന്നാൽ അവർ അന്ധരല്ല. ശക്തരായ ധനികരുടെ സ്തുതിപാഠകരല്ലോ. അവർക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ബ്രിട്ടന്റെ സ്ഥാനമേറ്റെടുക്കാൻ ഇരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ലോകത്തോട് പറയുന്നു നിങ്ങളാണ് ഇന്ത്യയുടെ പ്രതിനിധികൾ. ഇന്ത്യ 200,000 ഗ്രാമങ്ങളാണ്. ബോംബെയുടെ ഡൽഹിയിലുള്ള നിങ്ങളെപ്പോലുള്ള കുറച്ച് വക്കീലന്മാരല്ല വയലിൽ പണിയെടുക്കുന്ന ഉച്ചസൂര്യനെ തീപ്പുറ നൽകുന്ന കുടുംബത്തിക്ക് മറന്നില്ലാത്ത ഇടപാടമില്ലാത്ത ഒരു നേരത്തെ അന്യം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ നാം ഇന്ത്യയുടെ പ്രതിനിധികളാണ്. കോൺഗ്രസ് ആദ്യം അങ്ങനെയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നമുക്ക് ബ്രിട്ടനെ വിളിക്കും. അപ്പോ ഇന്ത്യയിൽ ആധാരമെന്ന് പറഞ്ഞ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും. നീതി എന്തെന്നും രാജ്യദ്രോഹം എന്തെന്നും വിദേശി പറയുന്നു. നമുക്ക് ആദ്യം ഇന്ത്യക്കാരെ സ്വയംഭരണം ലഭിച്ചാൽ അതൊക്കെ മാറും. ആത്മാർത്ഥമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീവണ്ടികൾ മറിക്കാതെയും ആരെയും കൊല്ലാതെയും എത്രയോ നല്ല മാർഗങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ത്യയിലൊക്കെ നടക്കുന്നില്ല. ഇടത് കരണം ധരിച്ചാൽ വലത് കരണവും കാണിച്ചു കൊടുക്കണം എന്നാണ് യേശു പറഞ്ഞത്. രണ്ട് കരണത്തും അടിച്ചാൽ അടികൊള്ളാൻ മൂന്നാമതൊന്നുമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് ധൈര്യമില്ലായ്മയാണ്. പ്രതിസന്ധികൾ നേരിടാൻ തയ്യാറാണ്. തിരിച്ചടിക്കില്ലാതെ നിൽക്കും. എന്നാൽ പിന്മാറുന്നത് അങ്ങനെ വന്നാൽ സത്യങ്ങൾക്ക് നമ്മളോട് വിദ്വേഷമുണ്ട്, ബഹുമാനം കൂടും. അത് കോൺഗ്രസിലെ സമ്മേളനത്തിൽ സംസാരിക്കണം. ഞാൻ വരും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. ഒരിക്കലും അടുത്തല്ല. എന്നോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത കസ്തൂർബ അതിവിടെയും വെക്കരുത്. ഒരിക്കലല്ല, പലപ്പോഴും. മോഹൻദാസിനോടൊപ്പം ജീവിച്ച് ആ ചക്രവർത്തി സത്യവർത്തിയും രക്ഷിച്ച് കസ്തൂർബയാണ്. സത്യത്തിൽ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളൊന്നും ഇതുവരെ ഇങ്ങനെ കാണാൻ ഒരു ഇടയുണ്ടായിട്ടില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ എന്തായാലും കാണാൻ നിന്നില്ല. അതിന് മുമ്പ് ഞങ്ങൾ പോന്നു. അപ്പോൾ പോകുന്ന വഴി എനിക്ക് ഒരു പുഡിങ്ങൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നിടം വരെ ഓക്കെ, ബായ്.